നമസ്കാരം. എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. ജൂലൈ 16 മുതൽ സെപ്റ്റംബർ 25 വരെ നീളുന്ന 71 ദിവസത്തെ കാത്തിരിപ്പ്, അതിലേറെ മലയാളികളുടെ പ്രാർത്ഥന എല്ലാം വിഫലമാക്കിക്കൊണ്ട് വാർത്തയും വന്നു കഴിഞ്ഞു. ആ വാർത്തയിൽ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ പൂണ്ടുപോയ ആ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ഇതാണ് ആ വാർത്ത. ഇതിനെ വൈകാരികമായി നമ്മൾ എങ്ങനെയാണ് ജോഷി കാണുക? ശരിക്കും പറഞ്ഞാൽ ട്രക്ക് കണ്ടെത്തി, അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്, അതേ അവസരം തന്നെ സന്തോഷമുണ്ട്. ഒരു വലിയ കാത്തിരിപ്പാണ്. അന്ന് അർജുൻ്റെ ട്രക്ക് ഈ മണ്ണൊലിപ്പിൽപ്പെട്ട് കാണാതെ പോകുന്നു, ഗംഗാവലിപ്പുഴയിൽ ഒഴുകിപ്പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ കർണാടകയിലാണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു ലോറി ഡ്രൈവർക്ക് ഇത്രയധികം വിലയോ, ഒരു ലോറി ഡ്രൈവറിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഒന്നടങ്കം വേറൊരു സ്റ്റേറ്റിൽ സമ്മർദ്ദം ചെലുത്തുക, മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്തയക്കുക, മുഹമ്മദ് റിയാസ് സ്ഥലത്ത് പോവുക, അങ്ങനത്തെ MLA-മാരുടെ സംഘം പോവുക, പോലീസ് ഉദ്യോഗസ്ഥർ പോവുക, അങ്ങനെയൊക്കെ വന്നു. നമുക്കറിയാം ആദ്യത്തെ ദിവസങ്ങളിൽ കർണാടക പോലീസൊക്കെ അവിടെ നിന്ന് തെരച്ചിലിൻ്റെ സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സംഭവമായിരുന്നു. പിന്നീടാണ് കേരള സർക്കാർ ഇത്രയധികം സീരിയസോടുകൂടി ഒരു ലോറി തൊഴിലാളിക്ക് പോലും ഇത്രയധികം പ്രാധാന്യം കേരളത്തിലുണ്ട് എന്ന് കർണാടകയ്ക്ക് ബോധ്യമായതോടുകൂടിയാണ് തെരച്ചിൽ, ആദ്യഘട്ടത്തിൽ തെരച്ചിൽ കുറച്ച് ദിവസം നടന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കണ്ടെത്താനായില്ല. കാരണം പുഴ കുത്തിയൊലിച്ചതിന് പോയി, പിന്നെ പുഴയിൽ ഒഴുക്കൊക്കെ സാധാരണഗതിയിലായി. ആ സമയത്ത് വീണ്ടും അന്വേഷണം തുടങ്ങി. അതായത് ജൂലൈ 16 കാണാതെ പോയ അർജുൻ്റെ ഏകദേശം ആദ്യ ഘട്ട തെരച്ചിൽ ഓഗസ്റ്റ് 16 നിർത്തി. ഇപ്പൊ സെപ്റ്റംബർ 16 ശേഷമാണ് അവസാനം തുടങ്ങുന്നത്. ഈശ്വർ മൽപ്പ എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം വന്ന് ആ നിർണായക പോയിന്റുകളിലൊക്കെ തെളിവുകൾ ശേഖരിച്ചു. ആദ്യം ഒരു ടയർ കണ്ടെത്തുന്നു, തടി കഷ്ണം കണ്ടെത്തുന്നു, വാഹനാവശിഷ്ടം കണ്ടെത്തുന്നു. അപ്പോഴൊക്കെ പ്രതീക്ഷ ആ തെരച്ചിലിൽ വന്നു തുടങ്ങി. പിന്നീട് ഈശ്വർ മൽപ്പയെ പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയെങ്കിലും ഇപ്പോൾ CP2 എന്ന പോയിന്റിൽ നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തി. ട്രക്കിനകത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇത് അർജുൻ്റെ അമ്മ അന്ന് കരഞ്ഞ് നെഞ്ചത്തടിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മകൻ്റെ സംസ്കാരത്തിന് എന്തെങ്കിലും ഒരു അവശിഷ്ടമെങ്കിലും കിട്ടണം, അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം, അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് പൂർത്തിയായെങ്കിലും ഒരു ജീവൻ, വിലപ്പെട്ട ജീവൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് നഷ്ടമായി. വയനാട് ദുരന്തം വരുന്നു, പിന്നീട് വയനാട് ദുരന്തം വന്ന് നമുക്ക് ഇത്രയധികം നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഒരുപക്ഷെ തോന്നാം ഒരാൾ മരിച്ചത് കാണും, ഇത്രയും പേര് മരിച്ചു പോയില്ലേ കേരളത്തിൽ തന്നെ എന്നൊക്കെ തോന്നാം. എങ്കിലും ആ ഒരു പർട്ടിക്കുലർ മരണത്തിന് വളരെയധികം സങ്കടമുണ്ട്. കാരണം ആ കുടുംബത്തിന്റെ കണ്ണീര്, മക്കളുടെ കണ്ണീര്, ആ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തെങ്കിലും ആ ഒരു കണ്ണീരുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലോറി ഡ്രൈവർക്ക് വേണ്ടി ലോറിയുടെ ഉടമ അവിടെ കാത്തു നിൽക്കുന്നു. ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നു. അതുപോലെ തന്നെ ഉടമയുടെ അനുജൻ അവിടെ ഉണ്ട്. പിന്നെ ഈ അർജുൻ്റെ ബ്രദറും അളിയനും ഒക്കെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഇതിനു വേണ്ടി പുറകെ നടക്കുകയാണ്. കർണാടക സെക്രട്ടേറിയറ്റിൽ കയറുന്നു, മന്ത്രിമാരെ കാണുന്നു. ഇങ്ങനെ ഒരു പോരാടാൻ ഒരു ലോറി ഉടമ തയ്യാറാകുമോ എന്നുള്ളതാണ്. പിന്നെ ഓരോ ഘട്ടത്തിലും ഒരു കുഞ്ഞ് തടിക്കഷ്ണം കണ്ടെത്തുമ്പോൾ പോലും അദ്ദേഹം ആകാംക്ഷയോട് ഓടിച്ചില്ലാണ് തൻ്റെ വണ്ടിയിലുണ്ടാണോ എന്ന്. അപ്പോൾ ആ ഡ്രൈവർ അത്രമാത്രം കെയർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവർ അർജുനും അതുപോലെ നല്ല ക്യാരക്ടറുള്ള, എല്ലാവരോടും ബോണ്ടിങ് ഉള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടം അദ്ദേഹത്തോട് വരുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഇത്രയധികം എഫേർട്ട് ലോറി ഉടമ തന്നെ എടുക്കുന്നത്. സംസ്ഥാന സ്റ്റേറ്റ് അല്ല, ആ ലോറി ഉടമയും ബന്ധുക്കളും ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരൊക്കെ വരുന്നത്. അവരിത് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ പോയത് തന്നെ. ഈ ഡ്രഡ്ജറും എക്സ്കവേറ്ററും ഒക്കെ എത്തിക്കാനുള്ള പണം താൻ ചെലവാക്കിക്കൊള്ളാമെന്ന് പറയുന്ന മനാഫിനെ, ആ ലോറി ഉടമയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു ഒരുപാട്, അതായത് ഈ അർജുൻ്റെ ലോറി ഗംഗാവാലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി എന്ന് ഉറപ്പിക്കുന്ന സമയത്തും എല്ലാവരുടെയും മനസ്സിൽ നേരിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. തിരിച്ചു വരും, അർജുൻ ഒരിക്കൽ തിരിച്ചു വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും ഭാര്യയെ ചേർത്ത് പിടിക്കുകയും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു അർജുനെ എല്ലാവരും സ്വപ്നം കണ്ടു. ആ രീതിയിൽ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പലരും അത്തരത്തിലുള്ള വീഡിയോകൾ പോലും പുറത്തുവിടുകയും തന്നെയുമല്ല അർജുൻ്റെ അവസാന സമയങ്ങൾ, അവസാന യാത്രക്കിടയിലുണ്ടായിരുന്ന പല വീഡിയോകളും ആ സമയത്ത് വളരെയധികം ഹൃദയഭേദകമായ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ സത്യത്തിൽ ഇമോഷണലി അത് നമ്മളെയൊക്കെ വല്ലാതെ അങ്ങ്, അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്കൊരു ഇഷ്ടം തോന്നി. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽവക്കക്കാരനോ ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന സത്യത്തിൽ ആ സമയത്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുമാത്രമല്ല ശ്രീനാഥ്, ഈ പുഴയിൽ ഏകദേശം ഈ ബെൻസിന്റെ വണ്ടിയാണ്, ക്യാബിനകത്ത് ഒരാൾക്ക് 5-6 ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷ വന്നപ്പോൾ ആദ്യ നാളുകളിൽ തന്നെ ഈ തെരച്ചിൽ ഊർജിതമാക്കി.
പക്ഷെ പ്രതികൂലമായ കാലാവസ്ഥയാണ് അന്ന് തിരിച്ചടിയായത്. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയുകയും ഉയർത്താൻ കഴിയുകയും പക്ഷേ അർജുനെ എന്താണ് പരിക്കുകളോടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു, കിട്ടുമായിരുന്നു. പക്ഷെ ഇത്ര ഈ നീണ്ട 71 ദിവസം എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ ലോറി കണ്ടെത്തിയത് തന്നെ ഭയങ്കര ഭാഗ്യമെന്ന് കരുതിയിരുന്നവർക്കാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇനി അതിനകത്ത് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഇനി അത് സ്ഥിരീകരിക്കണം അർജുൻ തന്നെയാണോ പരിശോധന പോലുള്ള സാങ്കേതിക പരിശോധനകൾ നടത്തണം. അത് ഉറപ്പിച്ച ശേഷം മാത്രമാകും ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനുശേഷമായിരിക്കും മരണാനന്തര ചടങ്ങുകളും കർമ്മങ്ങളും ക്രിയകളും ഒക്കെ നടക്കുന്നത്. ഏതായാലും സന്തോഷകരമായ സംഭവമാണ് ഈ ട്രക്ക് കണ്ടെത്തിയത്. ഒപ്പം തന്നെ അത് വേദനാജനകമായ ഹൃദയം പൊളിക്കുന്ന, ഹൃദയം പിളർത്തുന്ന അതിഭീകരമായ വേദനയുടെ ഒരു നിമിഷം കൂടിയാണ്. കാരണം അർജുൻ എന്ന പ്രിയപ്പെട്ടവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ 100 ആളുകൾ മരിച്ചു. അപ്പോൾ നമ്മൾ നടുങ്ങിയതിൻ്റെ ഒരു ഹൃദയസ്പർശിയായ മറ്റൊരു വേദനാജനകമായ രംഗമാണ് ഇന്ന് ആ ഷിരൂർ വഴി ആ പുഴ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും നമുക്ക് ഹൃദയസ്പർശിയായതിൻ്റെ പ്രധാന കാരണം മാധ്യമങ്ങളെല്ലാം തത്സമയം ഇതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും ആ തെരച്ചിൽ ഒരു ഭാഗമായി മാറുകയായിരുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ അർജുൻ എന്തായി, ഓരോ ദിവസം കഴിയും തോറും അർജുൻ്റെ കാര്യം എന്തായി, അർജുനെ കിട്ടുമോ, ഇങ്ങനെയുള്ള ആകാംക്ഷ നമ്മളുടെ എല്ലാം ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മീഡിയയും ഒരുപാട് മീഡിയ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ അവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാം തത്സമയം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കർണാടക സർക്കാർ പോലും ഇത്ര സമ്മർദ്ദത്തിലത്. കാരണം മീഡിയ അവിടെ ഉണ്ട്. അവിടെ നിന്ന് മീഡിയ മാറ്റാൻ കഴിയുന്നില്ല. മീഡിയ ആദ്യ നാളുകളിൽ മീഡിയയെ കുറച്ച് അവോയ്ഡ് ചെയ്തിരുന്നു. പിന്നീട് മീഡിയ ശരിക്ക് മാധ്യമപ്രവർത്തനം നടത്താൻ തുടങ്ങിയപ്പോൾ മീഡിയ പിന്നെ വിലക്കുകളൊന്നും വന്നില്ല. മീഡിയ അവിടെ ശക്തമായിരുന്നു. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, ഇതൊക്കെ ഈ തെരച്ചിലിന് ഊർജം നൽകി. അതുകൊണ്ടാണ് ഡ്രഡ്ജർ വന്നത്, NDRF വന്നത്, നേവിയിലെ മുങ്ങൽ വിദഗ്ധർ വന്നത്, ഈശ്വർ മൽപ്പയെ പോലെ സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത വർക്കിന് വന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇതിൻ്റെ വലിയ ഭാഗം തന്നെയാണ്. അവർക്കൊക്കെയും കേരളം നന്ദി പറയുന്നു. അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയതിനും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയതിനും. അർജുൻ്റെ മൃതദേഹ ഭാഗമാണെന്ന് ഉറപ്പിക്കാൻ ചില പരിശോധനകൾ വേണ്ടി വരും. ഏതായാലും സന്തോഷകരമാണ്, ഒപ്പം തന്നെ വളരെ വേദനയുടെ ഒരു നിമിഷം കൂടിയാണ്. എന്തായിരുന്നാലും നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി അവർക്കൊപ്പം ചേർന്ന് അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കാളികളാകാം. അർജുനാണ് മരിച്ചതെങ്കിൽ അർജുന് എല്ലാവിധ ആദരാഞ്ജലികളും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.